സുഹൃത്തുക്കൾ അവനെ ഗേ എന്ന് വിളിച്ച് കളിയാക്കുന്നു. പെണ്ണുങ്ങളെ പോലെ നടക്കുന്നു എന്ന വിളിപ്പേരിൽ നിന്നും ചെറുവിരൽ അനക്കിക്കൊണ്ട് കോടികൾ കൊയ്യുന്ന ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകരുടെ ഒരേ ഒരു ഹോളിവുഡ് സൂപ്പർ സ്റ്റാർ എങ്ങനെയാണ് ലോക സിനിമയുടെ തന്നെ ഏറ്റവും വലിയ സിനിമ ഫ്രാഞ്ചൈസിയുടെ നായകനായി മാറിയത്? 100 Days 100 Story പാർട്ട് 48 ഇതുപോലുള്ള കഥകൾ ഡെയിലി കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. 30 വർഷങ്ങൾക്ക് മുൻപ് 1996 ലണ്ടനിലാണ് ടോം ഹോളണ്ട് ജനിക്കുന്നത്. തന്റെ 7ാം വയസ്സിലെ അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുന്ന ഡിസ്ലെക്സിയ എന്ന അവസ്ഥയിലിരുന്ന അവന് നല്ലപോലെ പഠിക്കാനും മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാനും അവന്റെ മാതാപിതാക്കൾ അവനെ ബാലെ ഡാൻസ് ക്ലാസ്സിൽ ചേർക്കുന്നു. എന്നാൽ അവന്റെ ഡാൻസ് പെർഫോമൻസിലെ മെയ്വഴക്കം കണ്ട് മറ്റാൺകുട്ടികൾ അവനെ പെൺകുട്ടി എന്ന് വിളിച്ച് കളിയാക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും ടോം ഹോളണ്ട് വകവയ്ക്കാതെ നൃത്തത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ട് തന്റെ 9ാമത്തെ വയസ്സിൽ ബില്ലി ഏലിയറ്റ് എന്ന വൻ തിയേറ്റർ ഷോയിൽ അവൻ സ്റ്റേജ് പെർഫോമൻസ് നടത്തി കയ്യടികൾ വാങ്ങിക്കൂട്ടുന്നു. എന്നാൽ സിനിമ എന്ന വലിയ ലോകത്തിലേക്ക് ടോം ചുവടുവെച്ചപ്പോൾ അവഗണനകളുടെയും പരിഹാസങ്ങളുടെയും തുടർച്ചയായ വേദനകൾ ടോമിന് നേരിടേണ്ടി വരുന്നു. വെറും 7 മാസത്തിനുള്ളിൽ 8 ഓഡീഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും നീ പെൺകുട്ടിയെ പോലെ പെരുമാറുന്നെന്നും പറഞ്ഞ് പലരും അവഗണിക്കുന്നു. എന്നാൽ തുടർച്ചയുള്ള അവഗണനകളിൽ ഒന്നും ടോം തന്റെ തിരയലുകൾ നിർത്തിവെച്ചില്ല. നിർത്താതെയുള്ള പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ് ആ ചെറുപ്പക്കാരിലേക്ക് ആ ചരിത്രപരമായ അവസരം വന്നു ചേർന്നത്. അന്ന് മാർവൽ അവരുടെ പുതിയ സ്പൈഡർമാൻ ആവാനുള്ള മുഖം തിരയുകയായിരുന്നു. ആ ഓഡീഷന് മറ്റായിരക്കണക്കിന് അഭിനേതാക്കൾ അഭിനയം മാത്രം കാണിച്ചപ്പോൾ ടോം ചെയ്തത് മറ്റൊന്നായിരുന്നു. തന്റെ ബാലെ ഡാൻസും ജിംനാസ്റ്റിക്സും കൊണ്ട് ബാക്ക് ഫ്ലിപ്പുകളും അക്രോബാറ്റിക്സുകളും ഡയറക്ടർക്ക് മുന്നിൽ നേരിട്ട് കാണിച്ചു കൊടുക്കുന്നു. 99% ആളുകളും അന്ന് വരെ അവനിൽ എന്തിലെയാണോ കളിയാക്കിയത് അതേ ഫ്ലെക്സിബിലിറ്റി ആത്മവിശ്വാസമാണ് ആ 19കാരനെ ലോകം കണ്ട ഏറ്റവും വലിയ സ്പൈഡർമാൻ ആക്കിയത്. അസാധ്യമായ ചടുലത കൊണ്ടും തനിമയാർന്ന അഭിനയ ശൈലി കൊണ്ടും കോടിക്കണക്കിന് ആരാധകരുടെ മനം കവർന്ന നമ്മുടെ സ്വന്തം സ്പൈഡർമാൻ എന്ന് ആഗോള സിനിമയിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ബ്രാൻഡുകളിൽ ഒന്നാണ്. തൊട്ടതിനെയൊക്കെ പരിഹസിച്ചവർക്ക് മുന്നിൽ 28ഓളം അന്താരാഷ്ട്ര അവാർഡുകൾ വാങ്ങിക്കൂട്ടി ആ ചെറുപ്പക്കാരൻ തന്റെ വിമർശകർക്ക് മറുപടി നൽകി. നിങ്ങൾ എന്തിന്റെ പേരിലാണ് ആളുകൾ ഇന്ന് വിലയിരുത്തുന്നത്? അതേ കാരണങ്ങളാൽ നാളെ നിങ്ങൾ വിജയത്തിന്റെ കൊടിമുടികൾ കീഴടക്കുമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച ടോം ഹോളണ്ടിന്റെ ഈ ജീവിതകഥ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും നന്ദി.